ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചെറുപ്പകാലം തൊട്ട് തന്നെ യേശുപ്പയുടെ വചനം കേട്ട് വളരുവാനും പാപം എന്താണെന്നും യേശുപ്പ എനിക്ക് വേണ്ടി ചെയ്ത ആ കൃപകൾ എന്താണെന്നും ഏറ്റവും അധികമായി അറിഞ്ഞു വളരുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തന്നു. എൻ്റെ അച്ഛയും അമ്മയും വചനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും യേശുപ്പയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ, ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ഉറച്ചൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നു. ഇപ്പോൾ ടീച്ചേഴ്സും എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പറയായിരുന്നു, ഇത്രയധികം അങ്ങനെ വിശ്വാസിയായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ എനിക്കറിയായിരുന്നു യേശുപ്പ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന്. അപ്പോൾ ഒരു കാര്യത്തിൽ പോലും യേശുവിന് വിഷമം വരരുത് എന്നുള്ള കാര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ കാലങ്ങളിലെല്ലാം ഏറ്റവും അധികം നന്നായി തന്നെ പഠിക്കുവാനും ഓരോ കാര്യങ്ങളിൽ യേശുവിൻ്റെ നാമം ഉയർത്തുവാനും തക്കവണ്ണം ദൈവം കൃപ തന്നു. വീഴ്ചകളൊക്കെ ഉണ്ടായപ്പോഴും അപ്പോൾ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, യേശു എനിക്കിങ്ങനെ ഒരു പാപം പറ്റി, പാപമെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണേ എന്ന് പറയുമ്പോൾ അതെല്ലാം ക്ഷമ കിട്ടുന്നത് എനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ തന്നു. കോളേജിലായിരുന്ന കാലങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെ ദൈവം എനിക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇട തന്നു. അതിലെല്ലാം ഏറ്റവും വിജയത്തോടെ തന്നെ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന ആ പദവി ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കോളേജിലായിരുന്നപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയൊക്കെ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ആ എക്സാം ഹാളിൽ നീ തന്നെ എക്സാം എഴുതിക്കൊള്ളണേ എന്ന്. അപ്പോൾ ഏറ്റവും നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ടുള്ള മാർക്കുകളൊക്കെ ലഭിച്ച് ഏറ്റവും നന്നായി തക്കവണ്ണം അവിടുന്ന് ഇറങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ കോളേജിൽ PGയിലൊക്കെ പോയപ്പോഴും എൻ്റെ കൂട്ടുകാരികൾ എന്നോട് പറയായിരുന്നു, യേശുപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോളാണല്ലോ നീ, അപ്പോൾ എൻ്റെ കാര്യം കൂടെ ഇങ്ങനെ ദൈവത്തോടൊന്ന് പറയണേന്ന്. ഞാൻ എൻ്റെ വാക്കുകളുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ സാക്ഷ്യം അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം എന്നുള്ളൊരു കാര്യം അവർക്ക് ലഭിച്ചതിൽ എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പ്രൊഫസർ ആവണം, എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ. പക്ഷേ അതിന് വാതിലുകൾ ഇങ്ങനെ വളരെ ചെറിയ വാതിലുകളായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ എബിലിറ്റിയിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത്രയും നാൾ നീ എന്നെ നടത്തി, നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം 6% പിള്ളേർക്ക് മാത്രം അതിൽ പാസ്സാവുമ്പോൾ അത് എൻ്റെ PGയുടെ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ ആ നെറ്റിൻ്റെ എക്സാം ക്ലിയർ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് കഴിഞ്ഞ് PhDക്കും ഏറ്റവും നല്ലൊരു ഗൈഡിനെയും ഏറ്റവും നല്ല കോളേജിലും ചേരുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നു. ഒരു കാര്യത്തിൽ പോലും എനിക്കറിയാം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നത്തിൽ കൂടി വരുന്നത് പോലെയാണ്. എനിക്കൊരു കാര്യത്തിലും എൻ്റെ മേന്മ എന്ന് പറയാനില്ല. ചെറുപ്പകാലം തൊട്ടേ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഇത്രയും നാൾ എനിക്ക് നിൽക്കാൻ കൃപ കിട്ടി. യേശു എന്നെ ഓരോ കാര്യത്തിലും കൈപിടിച്ച് നടത്തുന്നു എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. ജീവൻ എൻ്റെ പേർക്കായി വെടിഞ്ഞ എൻ്റെ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതവും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുന്നോട്ട് വെച്ച് ആ പാതയിൽ ഒരിക്കലും പുറകോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം എനിക്കിട തന്നിട്ടില്ല, ഇനിയും എനിക്കിട വരുത്തിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ആ ദൈവത്തിൻ്റെ സാക്ഷിയെ തന്നെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.